ശ്രീചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശ്രീചേട്ടന് രുദ്രാക്ഷം വലിയ ഇഷ്ടമായിരുന്നേ. ഇങ്ങനെ പാവം ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു രുദ്രാക്ഷം. അല്ല, ഷർട്ട്. പിന്നെ ഏകദേശം പട്ടുപോലത്തെ ഷർട്ടും മുണ്ടും തേച്ച് മിനുക്കിയാണ് ഇടുന്നത്. ഇപ്പോഴും ഓരോരുത്തരും ഇവിടെ വന്ന് ഫോട്ടോ ഒക്കെ തൊഴുന്നവരുണ്ട്, പൂജയെടുപ്പിന് ഒക്കെ അല്ലാതെയും വരും. അപ്പം അവരിവിടെ വന്ന് നിൽക്കുമ്പോഴത്തേക്കും അവരുടെ കണ്ണ് നിറയുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തൊരു ഇൻറ്റിമസിയാണ് ആ ഉള്ളില് ഗുരു ശിഷ്യ ബന്ധം എന്നുള്ളത്. അത് എനിക്ക് വളരെ ഫീൽ ചെയ്തിട്ടുണ്ട്. കാര്യാലയത്തിൽ നിന്നാണ് പഠിച്ചത്. എന്നെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യം കൊണ്ടുപോയത് കാര്യാലയത്തിൽ. ഞങ്ങളുടെ ഫസ്റ്റ് ജേർണി ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ശ്രീചേട്ടൻ്റെ തന്നെ സ്റ്റുഡൻ്റിൻ്റെ അമ്മയുടെ റിലേറ്റീവ് ഒരു കച്ചേരി വെച്ചു അംബാസമുദ്രത്തിൽ. അങ്ങനെ അവിടെയാണ് ശ്രീചേട്ടൻ വലിയ മുരുക ഭക്തനായിരുന്നു. ഒരുപാട് ഷഷ്ടി വ്രതമൊക്കെ അമ്മയുടെ കൂടെ നോറ്റിട്ടുണ്ട്. അപ്പൊ ആദ്യം PSC ഇന്റർവ്യൂവിന് അമ്മയാ ഉണ്ടായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പം അങ്ങനെയൊക്കെ. പക്ഷെ ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടൊന്നുമില്ല, അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. പിന്നെ എൻ്റെ അച്ഛന് ഭയങ്കര ബലമായിരുന്നു ശ്രീചേട്ടൻ. അപ്പൊ അച്ഛൻ ഇപ്പൊ അഞ്ചലിലായിരുന്നു ലാസ്റ്റൊക്കെ. എന്ന് വെച്ചാൽ അച്ഛൻ്റെ നാടിനെ അച്ഛൻ്റെ വീടൊക്കെ മോഡിഫൈ ചെയ്യാനും അവിടെ ക്ലാസ് എടുക്കുന്നതായിരുന്നു അച്ഛന് ഇഷ്ടം. അപ്പൊ ഇടയ്ക്ക് വരും ഇവിടെ. അപ്പം ഞങ്ങളങ്ങോട്ട് പോകും. ശ്രീചേട്ടൻ്റെ ആ വേർപാടോടുകൂടി അച്ഛൻ തകർന്നു പോയി ശരിക്കും. അച്ഛൻ നെക്സ്റ്റ് മന്ത് ഞങ്ങൾ ഒരിക്കലും ഇപ്പോഴും കണ്ണിൽ ജീവനുള്ളത് ആ ചിരിയും എല്ലാം എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റില്ല. എപ്പോഴും സ്വപ്നത്തിൽ വരും. ഞാൻ എവിടെ പോയാലും എനിക്കൊരു ആവശ്യം വന്ന് എവിടെ പോയാലും എനിക്കൊരു സഹായഹസ്തം ശ്രീചേട്ടൻ്റെ പേരിൽ ഉള്ള ആരെങ്കിലും ഉണ്ടായിരിക്കും. ഞാൻ ശ്രീചേട്ടനെ കുറിച്ച് വളരെ ചെറിയൊരു ബുക്ക് ശ്രീരാഗം എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ശ്രീരാഗ സന്ധ്യ എന്ന് പറഞ്ഞാണ് എല്ലാ വർഷവും ശ്രീചേട്ടൻ്റെ പ്രോഗ്രാം നടത്തുക. ജൂൺ 22-നാണ്. അപ്പം ഇത് ശ്രീരാഗം, ഇത് സുരേഷ് ഗോപിയാണ് വീട്ടിൽ വെച്ച്, ഒഫീഷ്യലൊന്നുമല്ല, വളരെ കാഷ്വലായിട്ട് ചെയ്തത്. ഞാൻ എൻ്റെ ഓർമ്മകൾ ശ്രീചേട്ടനെ കുറിച്ച്. മേഡേൽ കുടുംബത്തിലെ എല്ലാവരും ഒരുപോലെ പ്രശസ്തരാണല്ലോ. MG രാധാകൃഷ്ണൻ സാറ്, MG ശ്രീകുമാർ സാറ്, ഡോക്ടർ പത്മശ്രീ ഓമനക്കുട്ടി ടീച്ചർ, ഇളം തലമുറയിലെ ചേച്ചിയുടെ മക്കളായ ഹരിശങ്കർ, രവിശങ്കർ, അതുപോലെ രാധാകൃഷ്ണൻ സാറിൻ്റെ മകൻ സൗണ്ട് എഞ്ചിനീയർ എന്നുള്ള രീതിയിൽ രാധാകൃഷ്ണനും വളരെ പോപ്പുലറാണ്. എല്ലാവർക്കും അറിയാം ഇവരെ എല്ലാവരും. പക്ഷേ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ചേച്ചിയുടെ ഹസ്ബൻഡ് ആലപ്പി ശ്രീകുമാർ സാറ് ഗ്രേറ്റ് മ്യൂസിഷ്യൻ ആയിരുന്നു എന്നുള്ളത് കുറച്ച് പേർക്കേ അറിയാൻ പാടുള്ളൂ. അപ്പോൾ ചേച്ചി ഇന്ന് നമ്മുടെ മിരാരി ടോക്ക് ഷോയിലൂടെ അദ്ദേഹത്തിൻ്റെ സക്സസ് ജേർണിയെ കുറിച്ചുകൂടി ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും പറയാം. അദ്ദേഹം ശരിക്കും ഒരു പിന്നെ എന്താണ് ജനറ്റിക്കലി ഒരു ഫാമിലി ഓഫ് മ്യൂസിഷ്യൻസിലൊന്നും അല്ല ജനിച്ചത്. ഇപ്പം നമ്മളൊക്കെ ആണെങ്കിൽ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെയൊക്കെ എല്ലാവരും അറിയും. പക്ഷെ ശ്രീചേട്ടൻ്റെ പിന്നെ ആൻസിസ്റ്റേഴ്സ് ആരും പാടുന്നവരും ഒന്നും അല്ല. അപ്പം ശ്രീചേട്ടൻ ബൈ ഹാർഡ് വർക്കാണ് ഫ്രണ്ടിലോട്ട് വന്നത്, മനസ്സിലായില്ലേ? അപ്പം പിന്നെ മ്യൂസിക് കോളേജിൽ, സ്വാതിരനാഥ് സംഗീത കോളേജിൽ ചേരുകയും അവിടെയുള്ള ക്ലാസ്സുകൾ പഠിക്കുകയും പിന്നെ പടിപടിയായിട്ട് ഉയർന്നു വരികയും കച്ചേരികളൊക്കെ സ്വന്തമായിട്ടുള്ള രീതിയിൽ മുമ്പോട്ട് പോവുകയും ആരുടെയും സപ്പോർട്ടില്ലാതെ മുമ്പോട്ട് പോവുകയും. ഇവിടെയുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ശംഖുവൊക്കെ ആണെന്നുണ്ടെങ്കിൽ സംഗീതത്തിൻ്റെ നടുക്കാണ് വളരെ. അപ്പം അവന് ഉള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ട് അദ്ദേഹത്തിനില്ലായിരുന്നു, മനസ്സിലായില്ലേ? അപ്പം ക്ലാസിക്കലിൽ മാത്രം ഒതുങ്ങിപ്പോയി. ക്ലാസിക്കലിൽ പഠിക്കുന്നു, കൊച്ചിലെ കോമ്പറ്റീഷനൊക്കെ ലൈറ്റ് മ്യൂസിക് ഒക്കെ പാടിയിട്ടുണ്ടെങ്കിലും അതിൽ മാത്രം ഒതുങ്ങിപ്പോയി. അപ്പം ക്ലാസിക്കൽ മാത്രം പാടുന്നൊരു വ്യക്തിക്ക് അതിനകത്ത് സ്റ്റിക്ക് ചെയ്യാനാണ് ഇഷ്ടം. പക്ഷേ ഈ ബാക്കിയുള്ള ജോണേഴ്സൊക്കെ പാടുന്നവർക്ക് അത് പറ്റും. ഇപ്പം ഹരിശങ്കറിനാണെങ്കിൽ ക്ലാസിക്കൽ, ലൈറ്റ്, പിന്നെ അല്ലാതുള്ള ഫോക്കാണെങ്കിലും പിന്നെ വേറെ എന്താണെങ്കിലും അവൻ ആ ജോണേഴ്സ്, ഇപ്പം ബാൻഡാണെങ്കിലും അവൻ അതിലോട്ട് വന്നു, കുറേ എക്സ്പോഷർ കിട്ടി. അപ്പോൾ ശ്രീചേട്ടനെ സംബന്ധിച്ചോളം ക്ലാസിക്കലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫുൾ കോൺസെൻട്രേഷൻ. അപ്പം അതുകൊണ്ടാണ് ഒരു റീസൺ. പിന്നെ വലിയതായിട്ട് അങ്ങനെ ഒരു വെളിയിലോട്ട് വരുന്നൊരു വ്യക്തിത്വം ആണോ എന്ന് ചോദിച്ചാൽ പഠിപ്പിക്കുന്നതാണ് ഇഷ്ടം. അക്കാഡമിഷ്യനാണ്. അപ്പോൾ ഒത്തിരി സ്റ്റുഡൻസ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ക്ലാസ് എല്ലാം എല്ലാവർക്കും എൻജോയ് ചെയ്തിരുന്നു. ഭയങ്കര ഹ്യൂമറസ് ആയിരുന്നു, അതുപോലെ തന്നെ സ്ട്രിക്റ്റും ആയിരുന്നു. അങ്ങനെ ആയിരുന്നു. അപ്പോൾ ശ്രീചേട്ടൻ പോയപ്പോഴത്തേക്കും സ്റ്റുഡൻസ് എല്ലാം ഭയങ്കര കരച്ചിലും ഭയങ്കര. അപ്പോൾ എനിക്ക് തന്നെ തോന്നി ഇവരൊക്കെ
മക്കളെ പോലാണല്ലോ ശ്രീചേട്ടന്. അവർക്കും തിരിച്ച് എന്ന് വെച്ചാൽ ഇപ്പോഴും ഓരോരുത്തരും ഇവിടെ വന്ന് ഫോട്ടോ ഒക്കെ തൊഴുന്നവരുണ്ട്, പൂജയെടുപ്പിന് ഒക്കെ അല്ലാതെയും വരും. അപ്പം അവരിവിടെ വന്ന് നിൽക്കുമ്പോഴത്തേക്കും അവരുടെ കണ്ണ് നിറയുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തൊരു ഇൻറ്റിമസിയാണ് ആ ഉള്ളിൽ ഗുരു ശിഷ്യ ബന്ധം എന്നുള്ളത്. അത് എനിക്ക് വളരെ ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ബാക്കി കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അമ്മ ഭയങ്കര ഒരു ഭക്തയായിരുന്നു. അപ്പം ആ ഒരു ലൈനിൽ അദ്ദേഹം വളർന്നൊക്കെ വന്നൊരു വ്യക്തിത്വമാണ്. ഭജനയും ചിന്മയ മിഷൻ്റെ ഭജനയും അങ്ങനെയൊക്കെ ഒരുപാട് ആ ഫാമിലിയിൽ അങ്ങനെയായിരുന്നു. അപ്പോൾ പിന്നെ ചിന്മയാനന്ദ സ്വാമികൾ അങ്ങനെ, പിന്നെ പറക്കും സ്വാമികളില്ലേ മറ്റേ ഇവിടുത്തെ നെയ്യാർ ഡാമിലെ അദ്ദേഹത്തിൻ്റെ കൂടെ ഓൾ ഇന്ത്യ ടൂറൊക്കെ ശ്രീചേട്ടൻ കോളേജിൽ നിന്ന് സെലക്ഷൻ കിട്ടി പോവുകയുണ്ടായി. അത്രയ്ക്കും കാര്യാലയത്തിൽ നിന്നാണ് പഠിച്ചത്. എന്നെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യം കൊണ്ടുപോയത് കാര്യാലയത്തിൽ. ഞങ്ങളുടെ ഫസ്റ്റ് ജേർണി ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ശ്രീചേട്ടൻ്റെ തന്നെ സ്റ്റുഡൻറ്റിൻ്റെ അമ്മയുടെ റിലേറ്റീവ് ഒരു കച്ചേരി വെച്ചു അംബാസമുദ്രത്തിൽ. അങ്ങനെ അവിടെയാണ് ശ്രീചേട്ടൻ വലിയ മുരുക ഭക്തനായിരുന്നു. ഒരുപാട് ഷഷ്ടിവ്രതമൊക്കെ അമ്മയുടെ കൂടെ നോറ്റിട്ടുണ്ട്. പിന്നെ കല്യാണം കഴിഞ്ഞിട്ടൊന്നും അങ്ങനെ നോറ്റിട്ടില്ല. പക്ഷെ ഭയങ്കര ഹനുമാനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. വിജയപ്രദ സ്തോത്രം ഈ പൂജാമുറിയിൽ നിന്നിട്ട് വിജയപ്രദ സ്തോത്രം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. പിന്നെ കുളിച്ചിട്ട് വന്ന് ഈറനോട് തോർത്തിൽ നിന്നിട്ട് അങ്ങനെ ചൊല്ലും. വിജയപ്രദ സ്തോത്രം വിളക്കും കൊളുത്തി ചൊല്ലും. ആ ഒരു മെമ്മറി ഞങ്ങളെ വിട്ടുപോകത്തില്ല. അതുപോലെ ഒരു താക്കോൽ കൂട്ടമുണ്ട്, അത് കിലുങ്ങുന്നതും. ശ്രീചേട്ടൻ്റെ അലമാരി ആരും തുറക്കുന്ന ഇഷ്ടമില്ല. എന്താണെന്ന് ഞങ്ങളൊക്കെ കലാവിലാന്നൊക്കെ ഇടും. ശ്രീചേട്ടനെല്ലാം പ്രോപ്പർ പ്ലേസിലിരിക്കണം. പറയും നിങ്ങളൊക്കെ ഇതാക്കുന്നതുകൊണ്ട് ഞങ്ങൾ പൂട്ടിയിട്ടാണ് എല്ലാം. അപ്പോൾ ഒരു കൂട്ടം താക്കോലുണ്ട്. അപ്പം എനിക്ക് ആദ്യമൊക്കെ ആരെങ്കിലും ഗ്ലാസ് ടേബിളിൻ്റെ പുറത്ത് താക്കോല് വെക്കുന്നതും ഗ്രില്ല് തുറക്കുന്നതൊക്കെ കേട്ട ഇറിറ്റേഷൻ ആയിരുന്നു. എന്ന് വെച്ചാൽ എനിക്ക് ഈ ഓർമ്മകൾ വരും. അതുപോലെ വീഡിയോ ഇദ്ദേഹത്തിൻ്റെ ഞാൻ കാണത്തില്ല. അത് ഇതുവരെ ഞാൻ അധികം കണ്ടിട്ടില്ല. ഫോട്ടോസ് നോക്കത്തില്ലായിരുന്നു. ഡ്രസ്സെല്ലാം മാറ്റി അങ്ങനെ. പിന്നെ ഞാൻ കുറച്ച് ഞാനിങ്ങനെ മാറി വന്നു. പിന്നെ എന്താ പറയണ്ട, ശ്രീചേട്ടൻ്റെ ആ ഓർമ്മകൾ നിലനിർത്താനായിട്ട് ഞാനിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് എന്ന് വെച്ചാൽ ശ്രീചേട്ടൻ്റെ സ്റ്റുഡൻസിനെ ഭയങ്കര ഇഷ്ടമായിരുന്നില്ല. എനിക്ക് ഒരുപാട് സ്റ്റുഡൻസ് ഒന്നുമില്ല, എന്നാലും ഞാൻ അവരെ ലവ് ചെയ്യുന്നു, അവർ തിരിച്ചു എന്നെ ലവ് ചെയ്തു ഭയങ്കരമായിട്ട്. അപ്പം ഞങ്ങൾ കൊച്ചുകുട്ടികളാണ് എന്നെ ഞാൻ പഠിപ്പിക്കുന്നത്. പിന്നെ സീനിയേഴ്സും ഉണ്ട്, പിന്നെ ഏജ് ഗ്രൂപ്പ് നല്ലതായിട്ടുള്ളവരുണ്ട്. എന്നാലും എല്ലാവരും തമ്മിലൊരു ഇതുണ്ട്, ഒരു ലിങ്ക് ഉണ്ട്. അത് വേണം, അതില്ലെങ്കിൽ ഒരു രസമില്ല. അതാണ് ശരിക്കും അത് തന്നെ ഒരു തെറാപ്പിയാണ്. എന്ന് വെച്ചാൽ ഒരു പോസിറ്റീവ്നെസ് ആണ്. ആ ഒരു മണിക്കൂറുണ്ടല്ലോ, എനിക്ക് പഠിപ്പിച്ചില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു നഷ്ടം പോലാണ് ആ ദിവസം. ആ ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ എത്ര ക്ഷീണം ഉണ്ടെങ്കിലും ഞാൻ ഒന്നുകൂടെ ഇതാവും. അത് ഭയങ്കര ഇതാണ്. പിന്നെ ശ്രീചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശ്രീചേട്ടന് രുദ്രാക്ഷം വലിയ ഇഷ്ടമായിരുന്നേ. ഇങ്ങനെ പാവം ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു രുദ്രാക്ഷം. അല്ല, ഷർട്ട്. പിന്നെ ഏകദേശം പട്ടുപോലത്തെ ഷർട്ടും മുണ്ടും തേച്ച് മിനുക്കിയാണ് ഇടുന്നത്. സ്റ്റുഡൻസ് ഒക്കെ ഷർട്ടും മുണ്ടും ഒക്കെ ഇഷ്ടം പോലെ വാങ്ങിച്ചു കൊടുക്കും. അതുകൊണ്ട് ശ്രീചേട്ടന് മേടിക്കേണ്ടതായിട്ട് ഒന്നും ഇല്ല. ശ്രീചേട്ടൻ ബ്രദേഴ്സിനൊക്കെ കൊടുക്കും. ശ്രീചേട്ടൻ്റെ ബ്രദേഴ്സിനൊക്കെ കൊടുക്കും. അങ്ങനെ ശ്രീചേട്ടന് റിട്ടയർ ചെയ്തപ്പം സ്റ്റാഫ് കൊടുത്ത തമ്പുരു മോഡൽ ശ്രുതി ബോക്സ് ആണ്. അപ്പം ഞാൻ കോളേജിൽ ഇപ്പം ശ്രീചേട്ടൻ എവിടെയായിരുന്നു വർക്ക് ചെയ്തതെന്ന് പറഞ്ഞത്? ആദ്യം പാലക്കാടായിരുന്നു, പിന്നെ അതിന് ശേഷം ഇവിടെ മ്യൂസിക് കോളേജിൽ വന്നു. അപ്പം ആദ്യം PSC ഇന്റർവ്യൂവിന് അമ്മയാ ഉണ്ടായിരുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പം അങ്ങനെയൊക്കെ. പക്ഷെ ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടൊന്നുമില്ല, അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. അപ്പോൾ ഇപ്പം ഞാൻ ചെയ്യുന്നത് ഒരു പേരൻസും കൂടെ ചേർന്ന് ഞങ്ങളൊരു ഫൗണ്ടേഷൻ ശ്രീചേട്ടൻ്റെ പേരിലുണ്ടാക്കി. 2018 മുതൽ തന്നെ ഒക്ടോബറിലുണ്ടാക്കി. അത് ഇപ്പം നന്നായിട്ട് ഫങ്ഷൻ ചെയ്ത് പോന്നു. നമ്മളത് പ്രത്യേകിച്ച് വിചാരിക്കുന്നത് നല്ലൊരു മ്യൂസീഷ്യനെ കൊണ്ട് ഓരോ വർഷവും പാട്ട് കച്ചേരി ഉണ്ടാവും. പിന്നെ ഇനിയും കുറച്ച് പ്രോഗ്രസ് ചെയ്ത് വരാൻ ആലോചിക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ സ്വാതിരുന്നാൾ കോളേജിൽ MA മ്യൂസിക്കിന് ഫസ്റ്റ് വരുന്ന കുട്ടിക്ക് ഒരു ക്യാഷ് അവാർഡും മെമൻറ്റോയും കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കൺമണിക്കായിരുന്നു. കൺമണി കൈയും കാലും കുറച്ച് ഡിസേബിൾഡ് ആയിട്ടുള്ള ആ കുട്ടിക്കായിരുന്നു, നല്ല മിടുക്കിയാണ്, ആ കുട്ടിക്കാണ് കൊടുത്തത്. അതങ്ങനെ. പിന്നെ എനിക്ക് ഇനിയും ഉണ്ട് ആഗ്രഹം
എവർ റോളിംഗ് ട്രോഫി പോലെ ഒരെണ്ണം ആക്കി വെക്കണം എന്ന് വെച്ചാൽ നമ്മുടെ കാലശേഷവും കുട്ടികളൊക്കെ പലയിടത്താണ് അവര് ചിലപ്പം അവർക്ക് വരാൻ പറ്റിയെന്നിരിക്കില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരെണ്ണം ആക്കി വെക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. അപ്പൊ ഇത് റുട്ടീനായിട്ട് പൊയ്ക്കോളൂ. പിന്നെ ഒരു ചെറിയൊരു ലൈബ്രറി, ഒരു മ്യൂസിക് പിന്നെ കേൾക്കാൻ ഒരു സിസ്റ്റം, എല്ലാവർക്കും കേൾക്കാൻ ഒരു സിസ്റ്റം, പലരുടെ മ്യൂസിക്, ശ്രീചേട്ടൻ്റെത് എല്ലാം കൂടെ ഒന്ന് കൺഫൈൻഡ് ആയിട്ട്, അത് ഞാൻ അമ്മയുടെയും ആലോചിക്കുന്നുണ്ട്, അമ്മാവൻ്റെയും ആലോചിക്കുന്നുണ്ട്, എല്ലാവരുടെയും ആലോചിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് ആലോചിച്ചിരിക്കുന്നത്. പിന്നെ എൻ്റെ അച്ഛന് ഭയങ്കര ബലമായിരുന്നു ശ്രീചേട്ടൻ. അപ്പം അച്ഛൻ ഇപ്പം അഞ്ചലിലായിരുന്നു ലാസ്റ്റൊക്കെ. എന്ന് വെച്ചാൽ അച്ഛൻ്റെ അച്ഛൻ്റെ വീടൊക്കെ മോഡിഫൈ ചെയ്യാനും അവിടെ ക്ലാസ് എടുക്കുന്നതായിരുന്നു അച്ഛന് ഇഷ്ടം. അപ്പോൾ ഇടയ്ക്ക് വരും ഇവിടെ അങ്ങനെ. അപ്പം ഞങ്ങളങ്ങോട്ട് പോകും. ശ്രീചേട്ടൻ്റെ ആ വേർപാടോടുകൂടി അച്ഛൻ തകർന്നു പോയി ശരിക്കും. അച്ഛൻ നെക്സ്റ്റ് മന്ത് തന്നെ മരിച്ചുപോയി. അച്ഛനും ശ്രീചേട്ടനുമായിരുന്നു എൻ്റെ വിങ്സ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പം അമ്മയുണ്ട് എങ്കിലും എന്ത് കാര്യത്തിനും എനിക്ക് അച്ഛനെ വിളിക്കാമായിരുന്നു. പിന്നെ എല്ലാ കാര്യങ്ങളും ശ്രീചേട്ടൻ നോക്കുമായിരുന്നു. എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു. എല്ലാ ബാങ്ക്, ഇലക്ട്രിസിറ്റി, വെള്ളം, വീട്ടിലെ കാര്യങ്ങൾ, മെയിൻ്റനൻസ് എല്ലാം. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് അമ്മ എനിക്ക് തന്ന വീടാണ്. എന്നാലും ശ്രീചേട്ടൻ ഇതിനു വേണ്ടിയിട്ട് ചെയ്യുന്ന കണ്ട ഞാൻ തന്നെ ചോദിക്കും ശ്രീചേട്ടൻ എന്തിനാ ശ്രീചേട്ടൻ ഇങ്ങനെ ചില മോളിൽ സ്റ്റുഡിയോ വെച്ചു. പക്ഷെ ഇപ്പം ശംഖുവിനത് ഫാർ സൈറ്റഡ് ആണ്. ശ്രീകുട്ടമാമൻ വിൽക്കാനായിട്ട് ഫ്രണ്ട് പോർഷൻ പോയപ്പം സ്വന്തം വീട് വിറ്റിട്ട് ലോണും എടുത്താണ് അത് വാങ്ങിയത്. അപ്പം അങ്ങനെ ഒരു കരുതൽ ഈ കുടുംബത്തെ ഇങ്ങനെ പിന്നെ ഒന്ന് കെയർ ചെയ്യുന്ന ഭാര്യയും മക്കളെയും ഇത്രയും കെയർ ചെയ്യുന്ന ഒരു മനുഷ്യനെ കാണാൻ പറ്റില്ല. അതും മേടയിൽ വീട്ടിലെ ഒരു ഭാഗ്യമാണെന്ന്. പിന്നെ തീർച്ചയായിട്ടും അമ്മായിയും ശ്രീചേട്ടനുമായിട്ട് ഭയങ്കര ബന്ധമായിരുന്നു. അവർ രണ്ടുപേരും വെളിയിലിരുന്ന് വരാൻ തരുന്നു, അതുവഴി പോണവരെയൊക്കെ കളിയാക്കുകയും കമന്റ് അടിക്കുകയൊക്കെ ചെയ്യും. മരുമകനായിട്ട് വന്ന ആളും അതുപോലെ കാത്തു സൂക്ഷിക്കാൻ. അമ്മയായിട്ട് ശ്രീചേട്ടൻ്റെ അമ്മയായിട്ട് ശ്രീചേട്ടൻ ഭയങ്കര ക്ലോസ് ആയിരുന്നു, സ്നേഹമായിരുന്നു. അപ്പം അമ്മയ്ക്ക് ഇവിടെ നിൽക്കുന്നതായിരുന്നു ലാസ്റ്റൊക്കെ. അമ്മ ഇടയ്ക്ക് വന്ന് നിൽക്കുമായിരുന്നു, അമ്മയ്ക്ക് സുഖമില്ലാത്ത അമ്മയായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഇവിടെ വെച്ച് തന്നെയാണ് അമ്മ മരിച്ചത്. കർമ്മങ്ങളെല്ലാം ഇവിടെ വെച്ചിട്ടാണ് ചെയ്തത്. അതിനുശേഷം 2 വർഷം കഴിഞ്ഞിട്ടാണ് ശ്രീചേട്ടൻ പോകുന്നത്. അത് നന്നായും തോന്നുന്നു. കാര്യം അമ്മ ഇരിക്കെ ഭയങ്കര ഇതല്ലേ. ഞങ്ങൾ ഒരിക്കലും ഇപ്പോഴും കണ്ണിൽ ജീവനുള്ളത് ആ ചിരിയും എല്ലാം എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റില്ല. എപ്പോഴും സ്വപ്നത്തിൽ വരും. ഞാൻ എവിടെ പോയാലും എനിക്കൊരു ആവശ്യം വന്ന് എവിടെ പോയാലും എനിക്കൊരു സഹായഹസ്തം ശ്രീചേട്ടൻ്റെ പേരിൽ ഉള്ള ആരെങ്കിലും ഉണ്ടായിരിക്കും. ഷുവറാണ് എനിക്ക്. ശ്രീചേട്ടനും എല്ലാവരും നമ്മളെ വിട്ടുപോയെങ്കിലും എല്ലാവരും എൻ്റെ അമ്മാവിനെയൊക്കെ ഞാൻ സ്വപ്നം കാണും. എല്ലാവരും നമ്മോടൊപ്പം ഉണ്ട്. നമുക്കെന്നും ബ്ലെസ്സിങ്സ് ആയിട്ട് നമ്മുടെ ജീവിതയാത്രയിൽ കൂടെ ഉണ്ടാവും എന്നുള്ള ഒരു സന്തോഷത്തോടു കൂടി അവരുടെ ഈ ഇതുവരെ കാത്തു സൂക്ഷിച്ച മ്യൂസിക് പരമ്പരയെ നമുക്ക് എങ്ങനെയൊക്കെ പരിപോഷിപ്പിക്കാം എന്നുള്ള ജേർണിയിലാണ് ഇപ്പോൾ. ടീച്ചറാണെങ്കിലും മകളാണോ എന്ന് ഞാൻ ഇത്രയും നേരം സംസാരിച്ചെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാകട്ടെ എന്ന് ഞാനും മിരാരി ടോക്ഷയുടെ വകയായിട്ട് ആശംസിക്കുന്നു. ഷൈനി, ഒരു കാര്യം കൂടെ, ഞാൻ ശ്രീചേട്ടനെ കുറിച്ച് വളരെ ചെറിയൊരു ബുക്ക് ശ്രീരാഗം എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ശ്രീരാഗ സന്ധ്യ എന്ന് പറഞ്ഞാണ് എല്ലാ വർഷവും ശ്രീചേട്ടൻ്റെ പ്രോഗ്രാം നടത്തുക. ജൂൺ 22-നാണ്. അപ്പം ഇത് ശ്രീരാഗം, ഇത് സുരേഷ് ഗോപിയാണ് വീട്ടിൽ വെച്ച്, ഒഫീഷ്യലൊന്നും അല്ല, വളരെ കാഷ്വലായിട്ട് ചെയ്തത്. ഞാൻ എൻ്റെ ഓർമ്മകൾ ശ്രീചേട്ടനെ കുറിച്ച് കുറച്ച് പടങ്ങളും ഉണ്ട്. ശ്രീചേട്ടൻ്റെ റിട്ടയർമെൻറ്റ് ഡേയിൽ ശ്രീചേട്ടൻ ഇറങ്ങുന്നത് ഇത് എൻ്റെ മോൻ എടുത്തതാണ്, ഇളയ മകൻ എടുത്തതാണ്. ഇത് ശ്രീചേട്ടൻ ഊട്ടിയിൽ, അങ്ങനെ കുറേ ഫോട്ടോസ്, ഞങ്ങളുടെ കുടുംബ ഫോട്ടോ. പിന്നെ ഓരോരോ ഒക്കേഷൻസിൽ ഇത് ശ്രീചേട്ടൻ പ്രിൻസിപ്പലായിട്ട് ഫസ്റ്റ് ഡേ മോൻ എടുത്തതാണ്. ഇതൊരു വല്ലാത്തൊരു ഫോട്ടോയാണ്. ആ ഒരു ചിരി, അത് മായാത്ത ചിരിയോടെ തന്നെയാണ് ശരിക്കും. അപ്പം ഇത് ഞാൻ ഷൈനിക്ക് തരുന്നു. സമയമുള്ളതല്ലോ വായിക്കാം. റീഡിങ്ങിനുള്ളതേ ഉള്ളൂ. ഐ ഫീൽ സോ ബ്ലെസ്ഡ്. ശരിക്കും എല്ലാവരുടെയും കാര്യങ്ങൾ അറിയാനും ഒരുപാട് സമയം ഈ സംഗീത കുടുംബത്തോടുകൂടി ചെലവഴിക്കാൻ സാധിച്ചതിലും വളരെ സന്തോഷം ചേച്ചി. ഓക്കെ.